ഇടുക്കി ചിന്നക്കനാൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. പന്നിയാർ സ്വദേശി ജോസഫ് വേലുച്ചാമിയാണ് മരിച്ചത്. ചക്കക്കൊമ്പൻ കാട്ടാനയാണ് ആക്രമിച്ചതെന്ന് സൂചനയാണ്. രാഹുൽ വിജയൻ ചേരുന്നു പൂപ്പാറയിൽ നിന്ന്. രാഹുൽ, ആ പ്രദേശത്ത് ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു കാട്ടാന ആക്രമണത്തിൽ ജീവൻ പൊലിയുന്നതെന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോഴും ആ ആന കാട്ടാന ആ പ്രദേശത്തുണ്ടോ? ആളുകളുടെ ഭീതി അകലുന്നില്ല എന്ന സാഹചര്യമാണോ? ഒപ്പം ഈ ജോസഫ് വേലുച്ചാമിയുടെ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികളുടെ വിവരങ്ങൾ. ഗോകുലി, ജോസഫ് വേലുച്ചാമിയുടെ ഇൻക്വസ്റ്റ് നടപടികൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കുരുവിള സിറ്റിയിലുള്ള സർക്കാർ ആശുപത്രിയിലാണ് ഇപ്പോൾ മൃതദേഹം ഉള്ളത്. പൂപ്പാറയ്ക്ക് അടുത്ത് തന്നെയുള്ള ആശുപത്രിയാണ്. ഇവിടെ ആ മൃതദേഹം എത്തിച്ചതിന് ശേഷം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിനായി ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വളരെ സങ്കടകരമായ കാര്യമാണ്. ഇന്ന് തോട്ടത്തിൽ ജോലിക്ക് വേണ്ടി പോയതാണ് ഈ ജോസഫ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ പ്രദേശത്ത് പന്തടിക്കളം അതുപോലെ തന്നെ ചൂണ്ടൽ മേഖലകളിൽ 8 ആനകളുടെ കൂട്ടവും അതുപോലെ തന്നെ ചക്കക്കമ്പനും ഉണ്ടായിരുന്നു. രാവിലെ RRT അത് കൃത്യമായിട്ടുള്ള നിർദ്ദേശം അല്ലെങ്കിൽ അറിയിപ്പ് അവരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴി നൽകുകയും ചെയ്തതാണ്. പക്ഷേ ആ പ്രദേശത്തേക്ക് ഈ ജോലിക്ക് പോയ ഈ ജോസഫിനെ കാട്ടാന തട്ടിയിട്ടതിന് ശേഷം ക്രൂരമായി ആക്രമിച്ചു എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനിടയിൽ ഈ RRTക്കെതിരെ ആരോപണവുമായി അല്ലെങ്കിൽ RRTയുടെ ഒരു ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടായി, കൃത്യസമയത്ത് ആനയുണ്ട് എന്ന് അറിയിച്ചിട്ടും ആ പ്രദേശത്തേക്ക് എത്താൻ കാലതാമസം ഉണ്ടായി എന്ന പരാതി ആ പഞ്ചായത്ത് അംഗം തന്നെ മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് പിന്നാലെ ആ മൃതദേഹം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഈ കാട്ടാനകൾ 8 ആനകളുടെ കൂട്ടവും അതുപോലെ തന്നെ ചക്കക്കൊമ്പനും അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ആ പ്രദേശത്ത് ഉള്ള ആളുകൾക്ക് വലിയ ഭീതിയുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ഈ അരിക്കൊമ്പനെ പിടികൂടിയ സമയത്ത് ആളുകൾ മുന്നോട്ട് വെച്ചിരുന്ന പ്രധാനപ്പെട്ട മറ്റൊരു ആവശ്യം കൂടിയായിരുന്നു ഇവിടെ ഏറ്റവും കൂടുതൽ അക്രമം നടത്തുന്ന ചക്കക്കൊമ്പനെ കൂടി നാട് കടത്തണമെന്നുള്ളത്. ആ ആവശ്യം ഒരിക്കൽ കൂടി നാട്ടുകാർ ആവർത്തിക്കുകയാണ്. അങ്ങനെയാണോ ഈ ചക്കക്കൊമ്പൻ വലിയ പ്രശ്നത്തിലേക്ക് മാറുകയാണ്? തീർച്ചയായിട്ടും. ഇതിന്റെ പരിപൂർണമായ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റാണ്. ഇത് രാഷ്ട്രീയ വിഷയമല്ല. ആമുഖത്തിൽ തന്നെ സൂചിപ്പിക്കുന്നത് രാഷ്ട്രീയ വിഷയമേ അല്ല. പക്ഷേ ഈ ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരിക്കുന്ന നിരുത്തരവാദിത്വപരമായിട്ടുള്ള വിഷയങ്ങളാണ് ഇതിലേക്ക് മുഴുവൻ എത്തുന്നത്. ഇപ്പൊ ചക്കക്കൊമ്പൻ എന്ന് പറയുന്ന ഈ ആന 15ാമത്തെ ആളെയാണ് കൊല്ലുന്നത്. ഈ സമരവുമായി അരിക്കൊമ്പൻ സമരവുമായി ഞങ്ങൾ കടന്നു വന്നപ്പോൾ കൃത്യമായി ഞങ്ങളുടെ നിർദ്ദേശം പറഞ്ഞിരുന്നു. നിലവിൽ നമ്മുടെ ആവശ്യം എന്താണ്? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ചക്കക്കൊമ്പനെ ഇവിടെ നിന്ന് മാറ്റുക. രണ്ടാമത്തെ ആവശ്യം എന്ന് പറഞ്ഞാൽ കൃത്യമായ രീതിയിൽ ആനകളെ കൃഷിഭൂമിയിൽ നിന്ന് അതുപോലെ പട്ടയഭൂമിയിൽ നിന്ന് മാറ്റുവാനുള്ള സംവിധാനം വന ഡിപ്പാർട്ട്മെന്റ്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നൽകുക എന്നുള്ളതാണ്. അങ്ങനെ തന്നെയാണ്. എന്തായാലും ഈ ചക്കക്കൊമ്പനെയും ഇവിടെ നിന്ന് പിടിച്ചു മാറ്റണമെന്നുള്ള ആവശ്യം എന്തായാലും നാട്ടുകാർ മുന്നോട്ട് വെക്കുന്നുണ്ട്. മാത്രമല്ല, ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം വനംവകുപ്പ് അടിയന്തരമായി കാണണം. നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പെട്ടെന്ന് തന്നെ തീരുമാനം ഉണ്ടാകണമെന്ന് കൂടി നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട്. തീർച്ചയായും രാഹുൽ വിജയനാണ് വിശദാംശങ്ങൾ നൽകിയത് പൂപ്പാറയിലൊപ്പം തന്നെ ശാന്തൻപാറ പഞ്ചായത്ത് അംഗമായ PT മുരുകന്റെ പ്രതികരണം കൂടി വരുന്നുണ്ട്. വനംവകുപ്പിനെതിരെയാണ് ആ നാട്ടിലെ പ്രദേശവാസികളുടെ വലിയ വികാരമുള്ളത്. ആ പ്രതികരണത്തിലേക്ക്. വാച്ചർ പോലെ കങ്ങാണി പോലെ പുള്ളി ആൾക്കാരെ കൊണ്ടുപോയി പണിയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ സ്വന്തക്കാരുടെ തോട്ടമാണ്. അപ്പോൾ രാവിലെ 9 മണിക്ക് തോട്ടത്തിൽ പോയിട്ടുണ്ട്. രാവിലെ തന്നെ അങ്ങനെ കുറേ 2 ദിവസമായിട്ട് അവിടെ ആന നിൽക്കുന്നുണ്ട്. ആ ആനകളുടെയുമായി ബന്ധപ്പെട്ടിട്ട് ഏകദേശം 7-8 ആനകൾ അവിടെ നിലവിൽ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫോറസ്റ്റിൻ്റെ നമ്മുടെ ടീമിലേക്ക് ഒരു മെസ്സേജൊക്കെ അയക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ പോയപ്പോൾ ഏകദേശം ഒരു 11 മണിയാകുമ്പോൾ എന്നെ വിളിച്ചായിരുന്നു. ഇങ്ങനെ മറ്റേ ജോസഫ് വേൽച്ചാമിനെ വിളിക്കുന്ന ജോസഫ് അണ്ണൻ ഇങ്ങനെ ആന ചവിട്ടിന്ന് പറഞ്ഞപ്പോൾ അപ്പം തന്നെ ഫോറസ്റ്റുകാർക്ക് വിളിച്ച് പറഞ്ഞു, പോലീസുകാർക്ക് വിളിച്ച് പറഞ്ഞു. അവർ അപ്പം തന്നെ ഓടിയെത്തി. അപ്പോൾ അവരെ കൊണ്ടുവന്നത് ഫോറസ്റ്റുകാരും മറ്റു പോലീസുകാരും പോയ ആ ബോഡി അവിടെ നിന്ന് എടുക്കാൻ ആണ് സമ്മതിച്ചത്. തൊട്ടടുത്താണ് ആന നിൽക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.